അത് എൻ്റെ ഫാമിലെ സ്ഥിരമുള്ള ഒരു രാവിലത്തെ ഒരു കാഴ്ച കേട്ടോ. ഇവർക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഫുഡ് കൊടുക്കും. നമ്മൾ ഡോഗിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇവർക്കും ഫുഡ് കൊടുക്കാറുണ്ട്. ഇവരെന്നാലും ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വന്ന് ഇങ്ങനെ ഇരിക്കും, കാവലിങ്ങനെ കിടക്കും കേട്ടോ. അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അപ്പം ഞാൻ പറയും നമ്മുടെ അമ്മമാരെ കൊടുക്കുന്നേക്കാൾ മുമ്പേ ഇവർക്ക് കൊടുക്കുമെന്ന് പറയും. ഇങ്ങനെ 2-3 പാത്രത്തിൽ ഫുഡും വെക്കും, വെള്ളവും വെക്കും കേട്ടോ. ഇവർക്ക് ഒരു നേരം വയറ് നിറയെ ഫുഡ് കിട്ടുന്നുണ്ട്. ഈ ഡോഗിന് വയറ് നിറഞ്ഞ് ഒരു നേരം കിട്ടിയാൽ കുഴപ്പമില്ല, വയറ് നിറയുന്നു ഇപ്പം കിട്ടുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ 2-3 വർഷമായിട്ട് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ 10-13 ഡോഗുണ്ട്. ഇപ്പം ഇല്ലാത്തതും കുറച്ച് കഴിയുമ്പോൾ വരും കേട്ടോ. ഇത് കഴിച്ച് കഴിയുമ്പോൾ ഇവരുടെ വയറ് നിറയുമ്പോൾ ഇവർ ബാക്കി വെച്ചങ്ങ് പോകും. ഓരോരുത്തരുമായിട്ടേ കഴിക്കാൻ വരത്തുള്ളൂ കേട്ടോ. കാരണം ഇവർ തമ്മിൽ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ചെയ്യുന്നത്. കാരണം ഒരാൾ കഴിച്ച് കഴിയുമ്പോൾ അടുത്ത ആൾ വരും, അല്ലെങ്കിൽ ഇവർ കടി ഉണ്ടാകും. അതിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് മാറിക്കഴിയുമ്പോൾ അടുത്ത ആൾ വരുന്നുണ്ട്. ഓരോരുത്തർ പുറകെ നിൽപ്പുണ്ട്. 2-3 പാത്രമുണ്ട്, അതിനകത്ത് കഴിക്കുന്നവരും ഉണ്ട്. അല്ലാത്തവർ ചെറിയ കുഞ്ഞ് അമ്മയുടെ പാൽ കൂടിയത് മാറിയത് തൊട്ട് വലിയത് വരെയുണ്ട്. ഇതിനകത്താണ് 2 പേർക്ക് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഒരു മെയിലിനും ഒരു കുഞ്ഞിനും. ബാക്കി ഒന്നിനെ നമുക്ക് പിടിക്കാൻ കിട്ടുന്നില്ല ഇഞ്ചക്ഷൻ, റാബീസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ. ഫീമെയിലിനെ ആയാലും നമുക്ക് 2 ഫീമെയിലുണ്ട്. വന്ധീകരണം ചെയ്യാൻ വണ്ടി വരുമ്പോൾ പിടിക്കാൻ നോക്കും, ഇവർ എവിടെയെങ്കിലും പോയി ഒളിക്കും, പിടിക്കാൻ കിട്ടുന്നില്ല. പക്ഷേ ഇവരെ ഞങ്ങൾ 2-3 വർഷമായിട്ട് ഫുഡ് കൊടുത്തിട്ട് ഇവർ ഞങ്ങളോട് അടുക്കത്തില്ല കേട്ടോ. ഇവിടെ അപ്പുറത്തോട്ട് മാറി ഒരു കമ്പനി ഉണ്ട്. അവിടെ ആണെങ്കിൽ ഈ കുറേ ബംഗാളികളുണ്ട്, 10-200 പേര് അവിടെ ജോലിക്കാരുണ്ട്. അവരെ എനിക്ക് തോന്നുന്നു ഇവരെ കണ്ടമാനം ഉപദ്രവിക്കുന്നു. കാരണം ചിലപ്പോൾ ഇവരുടെ മേത്ത് മുറിവുകൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടായിരിക്കും മനുഷ്യന്മാരോട് ഇവർ അടുക്കാത്ത. അല്ലെ ഞങ്ങൾ എന്തെല്ലാം സ്നേഹം കാണിച്ചാലും ഇങ്ങനെയൊന്ന് വാലാട്ടത്തേ ഉള്ളൂ. അടുത്തോട്ട് ചെല്ലുമ്പോൾ അവർ വാലും ചുരുട്ടി, ഈ വാല് താഴോട്ട് വെക്കുന്ന അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തപ്പോഴാണെന്നാണ് പറയുന്നത്. അവരങ്ങ് പോകും. സാധാരണ മുംബൈയിലെ ഡോഗുകൾ അങ്ങനെ അഗ്രസീവ് ഒന്നുമല്ല. നമ്മൾ സിറ്റിയിലൊക്കെ പോയാലും ശരി, അവർ നമ്മുടെ അടുക്ക വരികയും നമ്മുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവരെന്തൊക്കെ ആയാലും നമ്മുടെ അടുക്കലോട്ട് വരത്തില്ല. ഞങ്ങൾ ഒരുപാട് ശ്രമിക്കാറുണ്ട് എന്തെങ്കിലും ചെയ്യണമെന്ന്. പക്ഷേ എന്താണ് ഇവിടെ ആണെങ്കിൽ നോക്കി എല്ലാം ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുക കണ്ടോ. ഈ 2-4 മാസത്തേക്ക് വെള്ളത്തിന് പോലും ഒരു വഴിയില്ല, വേറെ ഒരു ഫുഡിനും ഇവിടെ അങ്ങനെ താമസ സൗകര്യമുള്ള സ്ഥലമല്ല, ഫാമുകളാണ് ഇവിടെ കൂടുതലും. അപ്പം നമുക്ക് ഫുഡൊന്നും കിട്ടാനുമില്ല. പിന്നെ വല്ലപ്പോഴും വല്ല കിളികളോ അങ്ങനെ വല്ലതേ ഉള്ളൂ. എല്ലാം ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുക, വെള്ളത്തിനൊന്നും ഒരു വഴിയില്ല. നമ്മൾ ഈ വെക്കുന്ന വെള്ളമല്ലാതെ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ കാട്ടുപശുണ്ട്, അവരും വന്ന് ഈ വെള്ളം കുടിച്ചു പോകും. എല്ലാം ഉണങ്ങിക്കരിഞ്ഞ് കിടക്കുക. അതിൻ്റെ കൂടെ ഈ നവംബർ മാസമൊക്കെ കഴിക്കുമ്പോൾ ഇവിടുത്തെ ആദിവാസികളാണെങ്കിൽ തീയിടും. അവർക്ക് ഈ കാടിനകത്തുനിന്ന് വിറകെടുക്കാൻ അവകാശമുണ്ട് കേട്ടോ. ഞാൻ പറയുന്നതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കുകളൊക്കെ കാണും. പക്ഷേ എനിക്ക് എന്താ പറയുക, ഒരുപാട് ആർട്ടിഫിഷ്യലായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ അതുപോലെ പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് സംസാരിക്കുന്നത്. തെറ്റ് വന്നാലും പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഞാൻ അങ്ങനെ ഇതിനകത്ത് പറയാറില്ല. പറഞ്ഞു കഴിയുമ്പം എനിക്ക് തോന്നുന്നത് ഒരു ആർട്ടിഫിഷ്യലായി പോന്നു. എനിക്ക് ആവേശത്തോടു കൂടി സംസാരിക്കാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം. എനിക്കിതൊക്കെ കാണുമ്പോൾ സങ്കടമാണ് കേട്ടോ. ഇപ്പം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മളെ കൊണ്ട് ഇപ്പം ഒരു നേരത്തെ ഫുഡ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മളൊരു 3 വർഷമായിട്ട് മുടക്കാറില്ല. നമ്മുടേതിനകത്തും ഫാമിനകത്തും 13 പേരുണ്ട് കേട്ടോ. നാടനും റോട്ടും ലാവും പഗ്ഗും ഒക്കെ ആയിട്ട്. പിന്നെ മുയിലുണ്ട്, കുറേ കോഴികളുണ്ട്, കുറേ മരങ്ങളുണ്ട്. കേരളത്തിൽ കിട്ടുന്ന എല്ലാ തരം പഴവർഗ്ഗങ്ങളും, കപ്പ, ചക്ക, മാങ്ങ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. വേണ്ട വെള്ളവും കൊണ്ടുവന്ന് വെച്ചു. ഈ വെള്ളം ഉണ്ട് 2-3 പ്രാവശ്യം വെക്കും കേട്ടോ. ഇപ്പോൾ വെച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു 10-12 മണിയാകുമ്പോൾ വെക്കും, പിന്നെ വൈകിട്ടും വെക്കും വെള്ളം. അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പറയും പാത്രത്തിൽ ഇല്ലാത്തപ്പം വെള്ളം നിറച്ച് വെക്കണേന്ന് പറയും. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, അതിനകത്ത് ഇങ്ങനെ വെള്ളം വെക്കണേന്ന് പറയും. ഓക്കെ, എല്ലാ ഫുഡും ഉണ്ട് അതിനകത്ത്.